റേഷൻ വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാല സമരത്തിലേക്ക്. ജനുവരി 27 നടക്കുന്ന സമരത്തിന് മുന്നോടിയായുള്ള പീരുമേട് താലൂക്ക് റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗം വണ്ടിപ്പെരിയാറിൽ ചേർന്നു. പീരുമേട് താലൂക്കിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും അന്നേ ദിവസം കടകൾ അടച്ച് കുട്ടിക്കാനത്ത് നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കണമെന്ന് യോഗം തീരുമാനിച്ചു. സാമൂഹിക സേവനം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു വരുന്നവരാണ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ. ഇവരുടെ അടിസ്ഥാന സേവനം ലക്ഷ്യമിട്ട് സർക്കാർ അനുവദിച്ചിരിക്കുന്ന വേതനം പരമാവധി മാസം തോറും 5000 രൂപയാണ്. ഈ തുക ഇവരുടെ ജീവിതോപാധിക്ക് പര്യാപ്തമല്ല. ഇതുകൂടാതെ റേഷൻ വിതരണ രംഗത്തെ പല ആനുകൂല്യങ്ങളും നിക്ഷിപ്തമായ സാഹചര്യത്തിലാണ് റേഷൻ വ്യാപാര രംഗത്തെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നത്. 5000 രൂപ തുച്ഛ ശമ്പളം വാങ്ങുന്ന തങ്ങൾക്ക് കെട്ടിട വാടക, കറണ്ട് ബില്ല്, തൊഴിലാളി ശമ്പളം എന്നിവയ്ക്ക് പുറമെ ഭാരിച്ച ബാധ്യതകൾ നേരിടുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന ശമ്പളമായി 30,000 രൂപ അനുവദിക്കുക, മറ്റ് ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ജനുവരി 27 നടത്തുന്ന സംസ്ഥാന സമരത്തിന്റെ ഭാഗമായി പീരുമേട് താലൂക്കിലും നടത്തുന്ന സമരത്തിന് മുന്നോടിയായാണ് റേഷൻ വ്യാപാരി പീരുമേട് താലൂക്ക് കോർഡിനേഷൻ കമ്മിറ്റി സമരയോഗം വണ്ടിപ്പെരിയാറിൽ നടന്നത്. യോഗത്തിൽ AKRRDA ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് അഴകമ്പ്രയിൽ അധ്യക്ഷനായിരുന്നു. അതിന് താഴെയുള്ള ആളുകൾക്ക് 5000 രൂപ മുതൽ ഉള്ള ഒരു തുകയിലേക്ക് വന്നപ്പോൾ ഇവിടെ കേരളത്തിലെ നമ്മുടെ പീരുമേട് താലൂക്കിൽ തന്നെ എണ്ണി നോക്കി അറിയാം, 5000 രൂപ കിട്ടിയാൽ പിന്നെ എങ്ങനെ ജീവിക്കും? ഏത് തൊഴിലിന് പോയാലും, ഏലക്കായ എടുക്കാൻ പോയാലും 500 രൂപ കിട്ടും. ഏത് തൊഴിലിന് പോയാലും, മേസ്തിരി പണിക്കോ കയ്യാളിനോ പോയാലും ഇന്ന് കിട്ടുന്ന ശമ്പളം ഒരു റേഷൻ കടക്കാരന് കിട്ടുന്ന പൈസ എത്രയാണ് നമ്മളും ജീവിക്കണ്ടേ? അതുകൊണ്ട് അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. അതിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ, നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ എന്നുള്ള ഒരു വ്യക്തിയല്ല, റേഷൻ വ്യാപാരത്തിൽ ഈ പോസ്റ്റ് കൈവശം വെച്ചിരിക്കുന്ന മുഴുവൻ ആളുകളും ഒന്നിച്ചു നിൽക്കുക. ജില്ലാ പ്രസിഡന്റ് PA അബ്ദുൾ റഷീദ് സമര ആവശ്യങ്ങളെക്കുറിച്ച് വിശദീകരണം നടത്തി. ജില്ലാ സെക്രട്ടറി മണി, ജില്ലാ പ്രസിഡന്റ് S സദാശിവൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ജനുവരി 27 നടക്കുന്ന കടയടപ്പ് സമരത്തിന്റെ ഭാഗമായി കുട്ടിക്കാനം സപ്ലൈ ഓഫീസ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും സമരവും നടത്തുവാനും യോഗത്തിൽ തീരുമാനിച്ചിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.